എടാ, നീ അറിയാതെ നിന്നെ തന്നെ നീ വിറ്റുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെന്നല്ലേ? സോഷ്യൽ മീഡിയയിൽ നീ 2 ചിത്രങ്ങൾ പങ്കുവെക്കുക. ഒരെണ്ണം നിന്റെ സന്തോഷങ്ങളും നേട്ടങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ചിത്രമായിരിക്കണം. മറ്റൊന്ന് നിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ചിത്രം. ഈ 2 ചിത്രങ്ങളിൽ കൂടുതൽ റീച്ച് കിട്ടാൻ സാധ്യതയുള്ളത് നിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളെല്ലാം പങ്കുവെക്കുന്ന ചിത്രമായിരിക്കണം. ഇതിന് കാരണം മറ്റുള്ളവൻ നിന്റെ സന്തോഷത്തെക്കാളും നിന്റെ വിഷമങ്ങൾ കാണാനാണ് ആഗ്രഹം എന്നതുകൊണ്ടാണ്. വാർത്താ ചാനലുകൾ എടുക്കുക. ഒരു വ്യക്തിയുടെ നേട്ടം അല്ലെങ്കിൽ രാജ്യത്തിന്റെ നേട്ടത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ കൂടിപ്പോയാൽ 1-2 ദിവസം ആ ന്യൂസ് നിലനിൽക്കും. അതേസമയം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റോടെ ഒരു ന്യൂസ് ഇറങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരാഴ്ചയോളം നമ്മൾ എല്ലാ ന്യൂസ് ചാനലുകളിലും കാണുന്നത് ഈ ഒരു ന്യൂസ് തന്നെയായിരിക്കും. ഇത് ഒരിക്കലും മറ്റുള്ളവരുടെ വിഷമങ്ങളാണ് നമ്മൾ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടൊന്നുമല്ല സോഷ്യൽ മീഡിയ നമുക്ക് ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ്, നെഗറ്റീവ് സ്റ്റോറീസ് ഒക്കെ നമ്മളിൽ കൂടുതലായിട്ടും റീച്ച് ആക്കുന്നത്. അവർക്ക് വേണ്ടത് ഒന്നേ ഉള്ളൂ, നമ്മുടെയൊക്കെ സിമ്പതി. എടാ, നമുക്കിന്ന് വേണ്ടത് സിമ്പതി അല്ല, നമുക്കിന്ന് വേണ്ടത് എമ്പതിയാണ്. ഒരുപക്ഷെ ഒന്നും അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയത്തില്ലായിരിക്കും, അത്രയും ദൂരത്തായിരിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കുക. അല്ലാതെ അയ്യോ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് റീൽസൊക്കെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന പോലെ അതും സ്ക്രോൾ ചെയ്ത് കളയാനുള്ളതല്ല.